രാഹുൽ ഗാന്ധിയുടെ മുൻപിൽ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി മോദിക്ക് അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും ഉന്നതമായ അന്വേഷണ ഏജൻസിയായ CBIയുടെ തലപ്പത്ത് പുതിയൊരാളെ നിയമിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെക്കുവച്ചിരിക്കുകയാണ്. പുതിയ ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ച കർക്കശമായ നിലപാടാണ് സർക്കാരിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇതോടെ പുതിയ നിയമനം സർക്കാർ തൽക്കാലത്തേക്ക് നീട്ടിവച്ചിരിക്കുകയാണ്. നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദിന് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കൂടിയാണ് സർക്കാർ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നത്. പുതിയ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പ്രതിപക്ഷ നേതാവിന് വ്യക്തമായ പങ്കുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ജഡ്ജി, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ് ഡയറക്ടറെ തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഈ സമിതി യോഗം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒന്നായിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്താണ് യോഗത്തിൽ നീതിന്യായ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. യോഗം ആരംഭിച്ച അധികം വൈകാതെ തന്നെ രാഹുൽ ഗാന്ധി തന്റെ എതിർപ്പ് വ്യക്തമാക്കി. CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ വിവരങ്ങൾ അഥവാ 360 ഡിഗ്രി പ്രൊഫൈൽ പരിശോധിക്കാൻ തനിക്ക് അവസരം നൽകണമെന്നായിരുന്നു രാഹുലിന്റെ പ്രധാന ആവശ്യം. എന്നാൽ ഈ ആവശ്യം പരിഗണിക്കാതെ യോഗത്തിനിടെ 69 ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക പെട്ടെന്ന് നൽകി അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. പട്ടികയിലുള്ളവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ, അവരുടെ പശ്ചാത്തലം, ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിൽ അവർക്ക് പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ എന്നിവ പരിശോധിക്കാൻ സമയം നൽകാതെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ താൻ തയ്യാറല്ലെന്ന് രാഹുൽ ഗാന്ധി യോഗത്തിൽ തുറന്നു പറയുകയായിരുന്നു. ഉന്നതമായ പദവിയിലേക്ക് ആളെ തെരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട സുതാര്യതയും മാനദണ്ഡങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ പ്രൊഫൈലുകൾ മുൻകൂട്ടി നൽകാതെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തന്റെ വിയോജിപ്പ് രേഖാമൂലം എഴുതി നൽകുക കൂടി ചെയ്തു. 1 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ഈ കടുത്ത നിലപാട് സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയത്. പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പോടെയുള്ള നിയമനം ഭാവിയിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുമെന്ന് ഭയന്ന സർക്കാർ പുതിയ ഡയറക്ടറെ നിയമിക്കാനുള്ള നീക്കം തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. പകരം നിലവിലെ ഡയറക്ടർ പ്രവീൺ സൂദിന് വീണ്ടും കാലാവധി നീട്ടി നൽകുന്ന കുറുക്കുവഴിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 2025 സർവീസിൽ നിന്ന് വിരമിക്കേണ്ടിയിരുന്ന പ്രവീൺ സൂദിന് ഇത് 2-ാം തവണയാണ് കാലാവധി നീട്ടി നൽകുന്നത്. ഒരു അന്വേഷണ ഏജൻസിയുടെ തലവന് ഇത്തരത്തിൽ തുടർച്ചയായ കാലാവധി നീട്ടി നൽകുന്നത് സ്ഥാപനത്തിന്റെ സ്വതന്ത്ര സ്വഭാവത്തെ ബാധിക്കുമെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട്. ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉന്നതരായ നിരവധി ഉദ്യോഗസ്ഥർ CBIയുടെ തലപ്പത്തെത്താൻ യോഗ്യരായി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഒരാളെ തന്നെ വീണ്ടും വീണ്ടും തുടരാൻ അനുവദിക്കുന്നത് എന്ന ചോദ്യമാണിപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. CBIയും EDയും പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന ആക്ഷേപം കാലങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ CBI ഡയറക്ടറുടെ നിയമനം വിവാദമാകുന്നത് സർക്കാരിന് വലിയ ക്ഷീണമാണ്. സാധാരണക്കാരൻ പോലും വലിയ വിശ്വാസമർപ്പിക്കുന്ന CBIയുടെ തലപ്പത്ത് സുതാര്യമായ രീതിയിൽ ഒരാൾ വരുന്നത് തടയുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന വാദമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്.